ബൈബിള് അസംബന്ധങ്ങളുടെ ആകത്തുകയാണ്, വൈരുദ്ധ്യങ്ങളുടെ ആകത്തുകയാണ്, നുണകളുടെ എൻസൈക്ലോപീഡിയ ബൈബിള്. യാതൊരു ആധികാരികയില്ലാത്ത ഒന്ന്. ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ഈ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായ കൃതി ബൈബിളാണെന്ന് ഞാൻ പറയും. പരട്ട് കളവാ നീ എന്തിനു പറഞ്ഞേ? ബൈബിൾ അസംബന്ധങ്ങളുടെ ആകത്തുക, വൈരുദ്ധ്യങ്ങളുടെ ആകത്തുക, നുണകളുടെ എൻസൈക്ലോപീഡിയ, ഒരു ആധികാരികതയും ഇല്ലാത്ത ഗ്രന്ഥം. മറ്റു മതഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബൈബിൾ ഒരു നികൃഷ്ട ഗ്രന്ഥം. എടാ, പല ഗ്രന്ഥങ്ങളും വലിപ്പവും നീളമുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇന്നും ലൈബ്രറിയിൽ പോലും ഇല്ല. പിന്നെ ചർച്ചിൻ്റെ കോൺക്രീറ്റും ചുമരും പിന്നെ മേൽക്കൂരയൊക്കെ പൊളിച്ചെന്നിരിക്കാം. പക്ഷേ ഈ ബൈബിൾ, അതിനകത്തുള്ള ജീവൻ ഇന്നും ജനഹൃദയങ്ങളുടെ ഉള്ളത്തിൽ കരുത്തായി, ചൈതന്യമായി, മരണാനന്തര നിത്യജീവനായി സുഗമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ തടയുവാൻ നിന്നെപ്പോലത്തെ വാൽമാക്രിയല്ല, ഇതിലപ്പുറമുള്ള അപ്പന്മാർ ശ്രമിച്ചു, കത്തിച്ചു. ഇനി ഈ പുസ്തകം ലോകത്തില്ലെന്ന് പറഞ്ഞു. അവിടെയൊക്കെ ഇന്ന് ബൈബിൾ സൊസൈറ്റിയാണ്. എടാ, ബൈബിളിൽ വാക്യമുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാതെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അപ്പോൾ ഈ നികൃഷ്ട ജന്മമെന്നും ഈ അസംബന്ധമെന്നും നുണയെന്നും വൈരുദ്ധ്യമെന്നും ഒരു ആധികാരികത ഇല്ലാത്തതെന്നും നിന്റെ സ്വന്തം തന്തയെ നോക്കി, നിന്റെ ജന്മത്തെ നോക്കി നീ പറയും പോലെ ഉള്ളൂ. ഇത് സ്വന്തം തന്തയെ നോക്കി പറയുന്നത് പോലെ ഉള്ളൂ. അങ്ങനെയുള്ളവൻ മാത്രമേ ഉരുവാക്കിയവനെയും ഉറവിടത്തെയും ഉടലെടുപ്പിച്ചവനെയും ഉത്ഭവത്തെയും ഓരോ ദിവസവും തിരുഹിതപ്രകാരം നമ്മളെ മെനഞ്ഞ് ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നവനെയും സംശയിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? നിന്റെയൊക്കെ തലയിൽ എന്താണ്? സംഗി വടിവാളെടുത്താലും നിന്റെ മങ്കിയുടെ ജന്മമായ നീ ഇങ്ങനെയൊക്കെയുള്ള ഉണക്ക ആദർശം പറഞ്ഞാലും ഈ മാർഗത്തെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം നിങ്ങളൊക്കെ എല്ലാം വിലപേശുന്നതും വിരട്ടുന്നതും ഊച്ചാളി പീച്ചടി കാണിക്കുന്നതെല്ലാം മരണം എന്ന ഒന്നിനെ മുൻനിർത്തിയാണ്. മരണം കൊല്ലും, തീർക്കും, നിരോധിക്കും, ജയിലിനകത്താക്കും. ഇതൊക്കെയെല്ലാം പിന്നെ സാരമില്ല എന്ന് 100% നീളം വീതി തൂക്കത്തിൽ ഉൾബോധ്യമുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ? ഭയരഹിതമായ ദൈവസ്നേഹത്തിൽ, തികഞ്ഞ ദൈവസ്നേഹത്തിൽ വേരൂന്നിയ ഒരു സമൂഹം, ചെറിയൊരു ആട്ടിൻകൂട്ടം. അവരെ മരണത്തെ അതിജീവിച്ച, ഇവിടെ വച്ച് തന്നെ അതിജീവിച്ച എടാ, ഒരുവൻ ഈ യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ മരിച്ചതിന് ശേഷമല്ല ഒരുത്തൻ നിത്യജീവനിൽ പ്രവേശിക്കുന്നത്. ആൾറെഡി ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയുമ്പോൾ തന്നെ ഒരുവൻ നിത്യജീവനിൽ പ്രവേശിക്കുകയാണ്. പിന്നെ മരണം ഒരു ഉറക്കമാണ്. അപ്പോൾ ആ നിത്യജീവനിൽ പ്രവേശിച്ച് നിലനിന്ന് ജീവിക്കുന്ന ഒരുത്തനോടാണ് നിന്റെ ഈ ഉണക്ക പീച്ചണി, ആദർശം, ബോധവൽക്കരണം ഒക്കെ